ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഈ ലോകത്തിൽ കുറേ പാവപ്പെട്ട ആളുകളും വേണം, ഈ ലോകത്തിൽ തന്നെ കുറേ പണക്കാരും വേണം. അതെന്താ കുറേ ആൾക്കാരെ പാവപ്പെട്ടവരാക്കിയേ, എന്തേ കുറേ ആൾക്കാരെ പണക്കാരാക്കിയെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ലോജിക്ക് വെച്ചിട്ട്. പക്ഷെ അതേ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതൊരു സ്കൂൾ ബിൽഡിംഗ് ആണ്. ഇതുണ്ടാക്കാൻ കുറേ പടവുകാർ വന്നു, തേപ്പുകാർ വന്നു, കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വാർപ്പുകാർ വന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് അടുപ്പിക്കാൻ കുറേ ഡ്രൈവേഴ്സ് വന്നു, ലോറിക്കാർ വന്നു. ഇതിൻ്റെ പ്ലാൻ വരയ്ക്കാൻ കുറച്ച് എൻജിനീയേഴ്സും മറ്റുള്ളവരൊക്കെ വന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാണുന്ന നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ ആളുകളും വലിയ സമ്പന്നനാണെങ്കിൽ എങ്ങനെയായി ബിൽഡിങ് കയറുക? വിളിക്കുന്ന എല്ലാവരും പറയും, ഞങ്ങളടുത്ത് ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട്, ഞങ്ങൾ പടവിനൊന്നും പോകില്ല, ഞങ്ങളടുത്ത് ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട്, ഞങ്ങൾ തേപ്പിനൊന്നും പോകില്ല എന്ന് പറഞ്ഞാൽ ഇത് കൺസ്ട്രക്റ്റീവ് വേൾഡ് ആകില്ല. കൺസ്ട്രക്റ്റീവ് വേൾഡ് ആകണമെങ്കിൽ എല്ലാവരും ഈക്വൽ ആകരുത്. ഈക്വലായാൽ പിന്നെ കൺസ്ട്രക്ഷൻ നടക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം വ്യക്തികൾ ഓരോരുത്തരായി അതിൻ്റേതായ റേഞ്ചിൽ നിൽക്കണം. അതൊരു പ്രത്യേകമായ നേച്ചറാണ്, ഒരു പ്രത്യേകമായ പ്രകൃതമാണ്. ഇതേപോലെ ഈ ലോകത്തിലെ എല്ലാ കുട്ടികളും ഡോക്ടേഴ്സ് ആകാൻ പറ്റില്ല. പിന്നെ പേഷ്യൻസ് എവിടെ ഉണ്ടാകും? പിന്നെ ആരും എൻജിനീയേഴ്സ് ആകും? അപ്പം ഡോക്ടേഴ്സ് ആകേണ്ടവരതാകണം, എൻജിനീയേഴ്സ് ആകേണ്ടവരതാകണം, കളക്ടേഴ്സോ അല്ലെങ്കിൽ സിവിൽ സർവീസിൽ ഏതെങ്കിലും മേഖല ആകേണ്ടവരതാകണം. ഏത് മേഖലയാണ് നമ്മുടെ കുട്ടികളുടേത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ആ ഒരു രീതിയിലൂടെ പോകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ ഇരിക്കുന്നത് കൂടുതലും സഹോദരിമാരാണ്, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് പറ്റും.